ആയിടത്തിൽ ഇല്ലിനി നാളധികം ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കിടവേ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 8-ാം സങ്കീർത്തനം 5-ാം വാക്യം. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ഈ അത്ഭുത ലോകത്തിൽ ബുദ്ധി ശ്രേഷ്ഠതയും ഇച്ഛാശക്തിയും അധികാരവും നൽകി ദൈവിക സൃഷ്ടിക്ക് അധിപതിയാക്കി. മനുഷ്യന് ദൈവം നൽകിയ തേജസ്സും ബഹുമാനവും ആധിപത്യവുമെല്ലാം രാജകീയമാണ്. സർവശക്തനായ ദൈവം തൻ്റെ അധികാരങ്ങൾ മനുഷ്യനുമായി പങ്കുവച്ചു. മനുഷ്യൻ്റെ രാജകീയ പദവിയും നിയോഗവും കഷ്ടതകൾ കൊണ്ട് ഇല്ലാതെയാകുന്നില്ല. മനുഷ്യനു വേണ്ടി കഷ്ടത സഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ നാം ദൈവസ്വരൂപത്തിൽ ആയതുകൊണ്ട് ആ കഷ്ടതയുടെ ഓഹരിക്കാരുമാണ്. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ലഭിച്ച സ്ഥാനം അത്യുന്നതമാണ്. ആ സ്ഥാനം തിരിച്ചറിഞ്ഞ് ആ സ്ഥാനത്തിനനുസരണമായി ജീവിപ്പാൻ നമ്മെ തന്നെ ഈ നാളുകളിൽ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.